നമ്മൾ വിലാപ സങ്കീർത്തനങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നല്ലോ. നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും സങ്കടങ്ങളും എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്ന വലിയൊരു കൃപയാണ് വിലാപ സങ്കീർത്തനത്തിൽ ഒളിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. വീണ്ടും വിലാപ സങ്കീർത്തനങ്ങളിൽ മുഖ്യനിരയിൽ നിൽക്കുന്ന ഒരു സങ്കീർത്തനം നാം ഇപ്പോൾ പരിചയപ്പെടുകയാണ്. സങ്കീർത്തനം 51. ഹാവ് മേഴ്സി ഓൺ മീ. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, ദയ തോന്നണമേ. ഈ 51 സങ്കീർത്തനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇതിനെ നമ്മൾ 3 തിരിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതായത്, 1-ാം ഭാഗം ദൈവത്തിൻ്റെ ശിക്ഷിക്കുന്ന നീതി, 2-ാം ഭാഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രക്ഷിക്കുന്ന നീതി, 3-ാം ഭാഗം എന്ന് പറയുന്നത് നീതിയുടെ വിലകൾ. നമുക്ക് 51-ാമത്തെ സങ്കീർത്തനം നിങ്ങൾ ബൈബിളൊന്ന് തുറന്ന് 51-ാമത്തെ സങ്കീർത്തനം ഒന്ന് എടുത്ത് വെച്ചുകൊള്ളുക. നമുക്ക് 1 മുതൽ 9 വരെയുള്ള വചനങ്ങൾ ഒന്ന് ഒരുമിച്ച് വായിക്കാം. എല്ലാവരും ചേർന്ന് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യേതരത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങയ്ക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അങ്ങയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ, അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ഈ 1 മുതൽ 9 വരെയുള്ള വചനങ്ങളിലെ കരുണയ്ക്കായുള്ള പ്രാർത്ഥന, സ്വന്തം തെറ്റ് അംഗീകരിക്കൽ, ദൈവത്തിന് വിശുദ്ധീകരിക്കുന്ന നീതി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ട് സങ്കീർത്തനം 51 1 മുതൽ 2 വരെയുള്ള വചനങ്ങൾ നമ്മൾ വിപുലമായിട്ട് ഒന്ന് നോക്കുകയാണ്. ദൈവത്തിൽ നിന്ന് കരുണയും പാപമോചനവും യാചിക്കുന്ന അപേക്ഷ. കരുണയുടെ കാൻവാസിൽ സ്വന്തം പാപങ്ങളുടെ ചിത്രം അനുതാപത്തോടെ വരയ്ക്കുകയാണ് സങ്കീർത്തകൻ. കരുണയുടെ ക്യാൻവാസിലാണ് വരയ്ക്കുന്നത്, അതാണ് പ്രത്യേകത. ദൈവത്തിന്റെ കരുണയെ സൂചിപ്പിക്കുന്ന 3 പദങ്ങൾ ഹനാൻ, ഹെസ്, റഹ്മേ ആദ്യ വാക്യത്തിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണയാണ്. പുറപ്പാട് 34:6 നമ്മൾ വായിക്കുന്നു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുമ്പിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തയിലും അത്യുദാരൻ. ഹെസ് എന്ന പദം കാരുണ്യത്തെ സൂചിപ്പിക്കുന്നു. ഹനാൻ ദയ എന്നതിനെ സൂചിപ്പിക്കുന്നു. വലിയവൻ ചെറിയവനോട് കാണിക്കുന്നതാണിത്. റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹമാണ്. അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. അമ്മ എപ്പോഴും കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാണ്. കുഞ്ഞെപ്പോഴും മുമ്പേ നിൽക്കണമെന്ന് ആഗ്രഹിക്കുവാണ്. കുഞ്ഞിനൊരു കുറച്ചൊക്കെ കുറവുണ്ടെങ്കിലും എൻ്റെ കൊച്ചിന് കുറവൊന്നും ഇല്ല എന്ന രീതിയിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് അമ്മ ഇങ്ങനെ വെമ്പൽ കൊള്ളുവാണ്. പിന്നെ എപ്പോഴും വഹിക്കുന്ന സ്നേഹം, എപ്പോഴും ലാളിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും സംരക്ഷിക്കുന്ന സ്നേഹം, ഇതെല്ലാം അമ്മയുടെ സ്നേഹത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണല്ലോ യേശയ്യാ പ്രവാചന പുസ്തകം 49:15 പറയുന്നത്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഈശോ പറഞ്ഞ്, അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അപ്പോൾ ഇന്ന് പലപ്പോഴും അമ്മമാരൊക്കെ കുട്ടികളൊക്കെ മറക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ അന്ന് അങ്ങനെ പറഞ്ഞത്. കാരണം അമ്മ മറന്നാൽ പോലും മറക്കാത്തൊരു സ്നേഹമാണ് നമ്മുടെ കർത്താവിന്റെ സ്നേഹം, നമ്മുടെ ഈശോയുടെ സ്നേഹം. പാപിയാണ് താനെന്ന അവബോധം തന്നിലേക്കോ തൻ്റെ പാപങ്ങളിലേക്കുള്ള തിരിഞ്ഞോട്ടം എന്നതിനേക്കാൾ
പാപമോചനം തരുന്ന ദൈവത്തിന്റെ അനുകമ്പയും ദയയും നിറഞ്ഞ അനന്ത സ്നേഹത്തിലേക്കുള്ള നോട്ടമാണ്. ഇവിടെ 3 പദങ്ങൾ ഉപയോഗിക്കുന്നു. പെഷ, അതായത് അതിക്രമം, മാത്സര്യം; ആവോൻ, അകൃത്യം, തെറ്റിന്റെ ഭാരം; ഹത, വ്യക്തിപരമായ പാപം. എന്റെ തെറ്റുകൾ മായ്ച്ചു കളയണമേ. ഹബസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഗൗരവതരമായ കഴുകലാണ്. അതായത് മുഷിഞ്ഞ വസ്ത്രം സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നത് പോലെ ദൈവം മാത്രമാണ് നിർവഹിക്കുന്നത്. ആ കഴുകൽ നിന്ന് നടക്കുന്നത് നമുക്കറിയാം. ദാവീദ് പ്രാർത്ഥിച്ചു, കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചു ദൈവത്തോട്. എന്നാൽ ആ കഴുകലിന്റെ പൂർണ്ണത ഇന്ന് സംഭവിക്കുന്നത് ഓരോ കുമ്പസാരക്കൂട്ടിലുമാണ്. വാക്യങ്ങള് 3 മുതൽ 6 വരെ തന്റെ പാപം തന്റെ കൺമുമ്പിൽ ഉണ്ട് എന്ന് പറയുന്ന സങ്കീർത്തകൻ പാപബോധമില്ലാത്ത മനുഷ്യന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുന്നു. ദൈവത്തിനെതിരായി മാത്രം ഞാൻ പാപം ചെയ്തു എന്ന് ഏറ്റുപറച്ചിലാണ് 4-ാം വാക്യത്തിൽ. നമുക്കറിയാം, ദാവീദ് ചെയ്തത് അത്ര നിസ്സാരപ്പെട്ട പാപമൊന്നുമല്ല. 10 പ്രമാണങ്ങളിൽ 2 പ്രമാണങ്ങൾ അത് പൂർണ്ണമായി ലംഘിച്ചവനാണ് ദാവീദ് രാജാവ്. കൊല്ലരുത് എന്ന് പറയുന്ന 5-ാം പ്രമാണവും വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന 6-ാം പ്രമാണവും തന്റെ ജീവിതത്തിൽ അദ്ദേഹം ലംഘിച്ചു. എന്നാൽ കർത്താവിന് അനിഷ്ടമായത് താൻ ചെയ്തുവെന്ന് പ്രവാചകനിലൂടെ മനസ്സിലായപ്പോൾ താൻ തെറ്റ് ചെയ്തു പോയി എന്നുള്ള വലിയ അനുതാപത്തോടുകൂടി അദ്ദേഹം ദൈവത്തിന് മുമ്പിലേക്ക് തിരിയുകയാണ്. സഹോദര സ്നേഹത്തിനെതിരായ തെറ്റുകൾ ദൈവസ്നേഹത്തിനെതിരായ തെറ്റുകൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തന്റെ കുറ്റം ഏറ്റു പറയുന്നതോടൊപ്പം ദൈവനീതിയെ പ്രകൃതിക്കുവാൻ സങ്കീർത്തകൻ മറക്കുന്നില്ല. താൻ തെറ്റ് ചെയ്തതുകൊണ്ട് ശിക്ഷയ്ക്ക് അർഹനാണ് എന്ന് 5-6 വാക്യങ്ങളിൽ സങ്കീർത്തകൻ ഏറ്റു പറയുന്നു. ദൈവം നീതിമാനാണെങ്കിലും തന്റെ അസ്തിത്വം മുഴുവൻ പാപത്തിലാണ് എന്ന് ഏറ്റുപറയുന്ന സങ്കീർത്തകൻ ദൈവം പകരുന്ന ജ്ഞാനം മാത്രമാണ് ഇതിന് പരിഹാരമെന്ന് പറയുന്നു. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളില് സങ്കീർത്തകൻ തന്നെ കഴുകണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മഞ്ഞ് പോലെ നിർമ്മലമാക്കണമേ എന്ന് ഇവിടെ സങ്കീർത്തകന്റെ പ്രാർത്ഥന. ക്രിസ്തുവിനാണ് ഇത് പൂർത്തിയായത്. കുരിശിൽ ഉയർത്തപ്പെട്ട യേശുവിന്റെ രക്തത്താൽ ഓരോ കുമ്പസാരത്തിലും നാം കഴുകപ്പെടുന്നു, നാം മഞ്ഞ് പോലെ നിർമ്മലരാക്കപ്പെടുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് നവീകരണമാണല്ലോ നാം ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഏതാനും സങ്കീർത്തനങ്ങളെ കുറിച്ചുള്ള ഏതാനും അറിവുകൾ സ്വന്തമാക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. സാധാരണഗതിയിൽ ഇത്ര വലിയ പാപമൊക്കെ ചെയ്യുന്നവരുടെ മനസ്സിൽ ഒരു ചിന്ത, അല്ലേ, ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്തു, ഒരു വിഷമം ഒക്കെ അവശേഷിക്കും. അപ്പം കർത്താവ് പാവികളെ തേടിയാണ് ഞാൻ വന്നത് എന്ന് ഈശോ പറയുന്നുണ്ടല്ലോ. സങ്കീർത്തനം 51:8 അവിടുന്ന് തകർത്ത അസ്ഥികൾ ആനന്ദിക്കട്ടെ. ഇത് പാപം മൂലം സംഭവിച്ച കേടുപാടിനെയാണ് സൂചിപ്പിക്കുന്നത്. പാപം മൂലം തന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, ജീവിതത്തിൽ തകർച്ച സംഭവിച്ചിരിക്കുന്നു. എവിടെ പാപമുണ്ടോ അവിടെ തകർച്ചയുണ്ട്, എവിടെ അനുതാപമുണ്ടോ അവിടെ ഒരു ഉയർച്ചയുണ്ട്. മുഖം മറയ്ക്കണമേ, മായ്ച്ചു കളയണമേ എന്ന് പറയുമ്പോൾ ഈ കേടുപാടുകളെല്ലാം നീക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. അനുതാപം എന്ന് പറയുന്നത് ഒരു വലിയൊരു കൃപയാണ്, ഒരു രഹസ്യമാണ്. പാപത്തിന്റെ വലുപ്പം നോക്കുന്നവനല്ല ദൈവം. കർത്താവിന് വേണ്ടത് ഉരുകിയ മനസ്സാണ്. അനുതാപമുള്ള ഒരു ഹൃദയം മാത്രമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ജീവിതകാലത്ത് സംഭവിച്ച ഏതെങ്കിലും കുറവുകളെ കുറിച്ച് കുറ്റബോധം പേര് നടക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷത്തോടെ ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ ഈ 51-ാം സങ്കീർത്തനത്തിലുള്ള കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം ഓർക്കുക, ഈ ദാവീദിനെ കുറിച്ചാണല്ലോ ഈശോ പറഞ്ഞിരിക്കുന്നത്, എന്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യൻ. കർത്താവിന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ദാവീദിൽ കണ്ടെത്താൻ ദൈവത്തിന് സാധിച്ചു. എന്താണ് നമ്മെ ഇത് പഠിപ്പിക്കുന്നത്? നമ്മൾ പാപം ചെയ്തിട്ടുണ്ടോ, നമ്മൾ പാപാവസ്ഥയിലാണോ, അതൊന്നും കർത്താവ് നോക്കുന്നില്ല. അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു കാര്യം മാത്രമാണ്. ഏതവസ്ഥയിലാണോ നാം ആയിരിക്കുന്നത് അത് മനസ്സിലാക്കി അനുതാപത്തോടെ കർത്താവിന്റെ പക്കലേക്ക് തിരിയുക. പഴയ കാലങ്ങളെക്കുറിച്ച് ഓർക്കുകയേ വേണ്ട എന്നരുളി ചെയ്തുകൊണ്ട് പുതിയൊരു സൃഷ്ടിയാക്കി നമ്മെ മാറ്റുമെന്ന് ഈ തിരുവചനം സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു.
10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ രക്ഷിക്കുന്ന നീതി നമ്മൾ കാണുന്നു. പുതിയ സൃഷ്ടി, ദൈവനീതി പ്രഘോഷണം, നുറുങ്ങിയ ഹൃദയം, ഇതെല്ലാം നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. തന്നെ പുതിയ സൃഷ്ടിയാക്കാനുള്ള പ്രാർത്ഥനയാണ് ഈ ഉപവാദത്തിൽ കാണുന്നത്. പാപമോചനത്തോടൊപ്പം പുതിയ സൃഷ്ടിയാകാൻ സങ്കീർത്തകൻ ആഗ്രഹിക്കുന്നു. സൃഷ്ടാവായ ദൈവം തന്നെയാണ് മനുഷ്യ ഹൃദയങ്ങളെ നവീകരിക്കുന്നതും പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയും ചെയ്യുന്നത് എന്ന് ഏറ്റുചൊല്ലുകയാണ്. സങ്കീർത്തനം 51:10 ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിലേറെ സന്തോഷം. അനുതപിക്കുന്ന ഒരു പാപിക്ക് എല്ലാവരിലും 1ാം സ്ഥാനം. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുന്നവരെയാണ് കർത്താവ് തേടുന്നത്. അല്ലാതെ ഏതെങ്കിലും പാപം, ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ എന്ന് ചെറിഞ്ഞു നോക്കുന്നവനല്ല കർത്താവ്. പിന്നെന്താണ് വേണ്ടത്? ഏതെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുമ്പസാരക്കൂട്ടിൽ അനുതാപത്തോടു കൂടി ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ ഈശോ നമ്മെ വിളിക്കുന്നു. ആത്മാവിനെ സംബന്ധിച്ചുള്ള അഭ്യർത്ഥനയും ഇവിടെ ശ്രദ്ധേയമാണ്. റൂഹ എന്ന പദം 3 പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നു 10-12 വാക്യങ്ങളിൽ. പക്ഷേ അർത്ഥവ്യത്യാസങ്ങളോട് കൂടിയതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുക്കമുള്ള ഹൃദയം, അതാണ് നമുക്ക് വേണ്ടത്. ഒരുക്കമുള്ള ഒരു ഹൃദയത്തോടു കൂടി കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി യാചിക്കണമെന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മെ പുതിയ ഹൃദയം സൃഷ്ടിക്കുന്നതും പുത്തനാക്കുന്നതും പരിശുദ്ധാത്മാവാണല്ലോ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഇത് പുതിയ നിയമത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ പറയുന്ന ആ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് സങ്കീർത്തകൻ ഇവിടെ വിവക്ഷിക്കുന്നത്. ദൈവം പാപങ്ങൾ മോചിക്കുന്നത് ഒരുവനെ പുതിയ സൃഷ്ടിയാക്കുന്നതിന് വേണ്ടിയാണ്. ഹൃദയം എന്ന പദത്തിന്റെ ആവർത്തനവും ദൈവത്തിന്റെ ആത്മാവെന്ന പദത്തിന്റെ ഉപയോഗവും വഴി ആത്മാവാണ് ആന്തരിക പരിവർത്തനവും രൂപാന്തരണം വരുത്തുന്നതും അതുവഴി രക്ഷയുടെ സന്തോഷം നൽകുന്നതുമെന്ന് ഇവിടെ ഊന്നി പറയുന്നു. സങ്കീർത്തനം 51:13-15 വചനങ്ങൾ സങ്കീർത്തകൻ പുതിയ സൃഷ്ടിയായതിന്റെ രക്ഷയുടെ സന്തോഷത്തിന്റെ ജീവിതഫലങ്ങൾ വ്യക്തമാക്കുകയാണ്. തെറ്റിന്റെ പാതയിലൂടെ നടക്കുന്നവരെ കർത്താവിന്റെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള തന്റെ പ്രതിജ്ഞാബദ്ധത അദ്ദേഹം വെളിവാക്കുന്നു. കർത്താവിന്റെ നീതിയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കുവാനും കർത്താവിന്റെ സ്തുതികൾ ആലപിക്കുവാനും സന്നദ്ധനാണ്. യഥാർത്ഥ മാനസാന്തരം ക്രിസ്തുവിന്റെ പ്രേക്ഷിതരാക്കി നമ്മെ മാറ്റുന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് ശക്തി തരുന്നു. 16-17 വാക്യങ്ങളിൽ ബലിയെക്കുറിച്ചുള്ള വിചിന്തനമാണ്. അനുതാപമാണ് കർത്താവിന് സ്വീകാര്യമായ ബലി. ദൈവം തിരഞ്ഞെടുക്കുന്നത് പരമാർത്ഥ ഹൃദയരെ, മനസ്തപിക്കുന്ന ഹൃദയമുള്ളവരെയാണ്. ഉരുകിയ ചൈതന്യം, നുറുങ്ങിയ ഹൃദയം, ഇതിൽ മനസ്തപിക്കുന്ന ഒരു ഹൃദയത്തിന് ദൈവം കൊടുക്കുന്ന പ്രാധാന്യം എത്ര അധികമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മൃഗവിലയേക്കാൾ കർത്താവ് പ്രീതികരം അനുതാപത്താൽ ഉരുക്കിയ ഒരു ഹൃദയമാണ് എന്ന് സങ്കീർത്തനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. 18-19 വാക്യങ്ങളിൽ ആത്മാർത്ഥതയില്ലാത്ത ബലിയിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല എന്ന് പറയുന്നു. പാപം മൂലം സമഗ്രത നഷ്ടപ്പെട്ട വ്യക്തിക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. സങ്കീർത്തനം 51:1-17 വരെയുള്ള അവസ്ഥ വചനങ്ങളിൽ തകർന്ന പാപയുടെ ചിത്രമെങ്കിലും 18-19 വാക്യങ്ങളിൽ തകർന്ന സിയോന്റെ ചിത്രം നമ്മൾ കാണുന്നു. അപ്പം എല്ലാവരെയും തകർച്ചയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു ബലിയായി തീർന്നത്, സ്വയം ബലിയായി തീർന്നത്. വാക്യങ്ങൾ 18-19 ജെറുസലേമിനെ കുറിച്ചുള്ള പ്രതിപാദനം നമ്മൾ കാണുകയാണ്. സങ്കീർത്തനത്തിലെ മറ്റ് 2 പാദങ്ങളിലും നീതി എന്ന പദവും 2ാം പാദത്തിൽ ബലി, ദഹനബലി, പ്രസാദിക്കുക എന്നീ പദങ്ങളും അവസാന പാദത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സങ്കീർത്തകന്റെ സമഗ്രതയുടെ അടയാളമാണ്. ആത്മാർത്ഥതയില്ലാത്ത ബലിയിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല. യഥാർത്ഥത്തില് ഈ സങ്കീർത്തന വചനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിന്റെ നിർമ്മലത കാത്തു സൂക്ഷിക്കണമെന്ന് സങ്കീർത്തകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹൃദയ പരമാർത്ഥതയാണ്, ഹൃദയത്തിന്റെ നിർമ്മലതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 10,000 മടങ്ങ് സൂര്യനേക്കാൾ പ്രകാശമുള്ള കർത്താവിന്റെ കണ്ണുകളുടെ മുമ്പിൽ ആർക്കും കർത്താവിനെ കബളിപ്പിക്കാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം.
എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ മുമ്പില് എല്ലാം തുറന്നിരിക്കുന്നു. ഒന്നും അവിടത്തേക്ക് അപ്രാപ്യമായി ഒന്നുമില്ല എന്ന് നമുക്കറിയാം. അപ്പം ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ നിർമ്മലമായ ഒരു ഹൃദയം, അതുകൊണ്ടാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന്. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന സ്വർഗത്തെ പരിചയപ്പെടുത്തിയവനാണ് ക്രിസ്തു. പാപിയെ ആർക്കാണ് വേണ്ടത്? പാപിയെ ആർക്കും വേണ്ട. നമുക്കറിയാം, കഠിനമായ പാപാവസ്ഥയിലുള്ള ആളുകളെ പല കുടുംബങ്ങളിലാണെങ്കിൽ പോലും തള്ളിക്കളയുകയും ഈ വ്യക്തി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ വളരെ നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന അടുത്ത ആളുകൾ പോലും അങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ മറ്റു പുറത്തുള്ളവർക്ക് ഒട്ടും വേണ്ട, പാപിയെ ആർക്കും വേണ്ട. എന്നാൽ പാപിയെ വേണ്ടത് ക്രിസ്തുവിന് മാത്രമാണ്. ഈ ലോകത്തിൽ പാപിയെ വേണ്ട ഒരേ ഒരാളേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രമാണ്. യേശു പാപിയുടെ സുഹൃത്താണ്. പാപികളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അവിടുന്ന് വന്നത്. അവിടുന്ന് പറയുന്നുണ്ടല്ലോ, നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നതായിരുന്നു ഈശോയുടെ ആദ്യ പ്രബോധനം. അപ്പസ്തോലന്മാരും ഈ അനുതാപത്തിന്റെ സന്ദേശം തന്നെയാണ് നൽകിയത്. 2 കൊരിന്തോസ് 5:20 പറയുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ, ഇതാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഏത് കൊടിയ പാപിയിലും ഒരു വിശുദ്ധൻ ഉറങ്ങിക്കിടപ്പുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്നേഹിക്കുവാൻ ഒരാളുണ്ട്. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് കരുതുമ്പോൾ ഈശോ നമ്മളോട് പറയുന്നു, നമ്മെ സ്നേഹിക്കാൻ ഒരാളുണ്ട്, അതാണ് ഈശോ മിശിഹ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തിയോടും നിന്നെ സ്നേഹിക്കാൻ ഞാനുണ്ട് എന്ന് പറയാനാണ്. നമ്മുടെ ജീവിതത്തെ നിരാശയിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ എന്തിനാ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്ത ചിലപ്പോഴൊക്കെ ആരുടെയെങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അത്തരത്തിലുള്ള ചിന്തകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഈ ലോകത്തിലുള്ളവരേക്കാൾ ലക്ഷ്യവും പ്രതീക്ഷയും എല്ലാം ഉള്ള ഒരു ലൈഫാണ് നമ്മുടെ ജീവിതം. ഇത് നമുക്ക് സ്വർഗത്തിൽ നിന്ന് കിട്ടിയ വലിയൊരു നിധിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട് ഉള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ, അല്ലേ? നമുക്കൊരാളുണ്ട്, എനിക്കൊരാളുണ്ട്. മർസലിനോ എന്ന് പറയുന്ന ആ കൊച്ചു വിശുദ്ധൻ, നമുക്കറിയാം. ആ വിശുദ്ധന് അവന്റെ കഥ മുഴുവൻ പറയാണ്ട് സമയമില്ല. എല്ലാവർക്കും അറിയാം, പുരുഷാളുകൾക്കും അറിയാമല്ലോ, അല്ലേ? ആരുമില്ലാത്തവനായിരുന്നു മർസലിനോ. അപ്പം അച്ഛന്മാരവനെ എടുത്ത് വളർത്തുകയാണ്. അപ്പം ഇവൻ കുസൃതിയോട് കുസൃതി, ഒരു രക്ഷയില്ല, ഭയങ്കര കുസൃതി, അല്ലേ? അപ്പം ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവന് കുസൃതി മൂലം. അപ്പൊ അച്ഛന്മാരെ തീരുമാനിക്കണം, ഇവനോട് നിസ്സഹകരണം പ്രഖ്യാപിക്കുക, അവനോടൊന്ന് മിണ്ടാതിരിക്കുക. അവനിങ്ങനെ കുസൃതി കാണിക്കുന്നതിന് പകരമായിട്ട് അച്ഛന്മാരെല്ലാം അവരോട് മിണ്ടാതിരുന്ന് കഴിയുമ്പോൾ അവന് ആരും മിണ്ടാനില്ല. അപ്പൊ മിണ്ടാൻ ആരും ഇല്ലാത്തപ്പോൾ അവൻ ഓർക്കാണ്, ഈ തട്ടിന്റെ പുറത്ത് ഒരാൾ കുരിശിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോയി കണ്ടിട്ട് പേടിച്ചോടിയതാണ്. അപ്പോൾ ഒരുത്തരമില്ല മിണ്ടാൻ. എന്നൊരു കാര്യം ചെയ്യുക, ആ പുള്ളിയുടെ അടുത്തേക്ക് ഒന്ന് പോകാം. ഒരു വടിയൊക്കെ എടുത്ത് കൊല്ലം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നല്ല സംരക്ഷണത്തിന് വേണ്ടി ഒരു വടിയൊക്കെ എടുത്ത് അവൻ കടന്നു ചെല്ലുന്നു. അവൻ പതുക്കെ നോക്കുന്നു. നോക്കിയപ്പം എന്താണ്, കുഴപ്പമൊന്നുമില്ല, അനക്കമൊന്നുമില്ല. അവൻ നോക്കിയപ്പോഴാണ് അവൻ കാണുവാണ് ഒരു കുരിശിൽ ഒരാൾ കിടക്കുന്നു, വയറെല്ലാം ഒട്ടിക്കിടക്കുന്നു. അപ്പോൾ അവൻ ഫീൽ ചെയ്തു. എന്താ ഫീൽ ചെയ്തേ? വല്ലാതെ വിശക്കുന്നു മനസ്സിലാക്കി അവൻ ഓടിപ്പോയി താഴെ പോയി, ആരും കാണാതെ ബ്രെഡ് കൊണ്ടുപോയി കൊടുക്കുന്നു. ടീച്ചറോട് പറയുന്നു, ഇറങ്ങി വാ ഈശോ, മേടിക്കുക, എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുക എന്ന് പറഞ്ഞ് ഈശോക്ക് കുടിക്കാൻ കൊടുക്കുന്നു. അപ്പോൾ അവൻ്റെ നിർബന്ധത്തിന് മുമ്പിൽ ഈശോ വഴങ്ങുകയാണ്. ഈശോ കൈന്നിട്ട് വാങ്ങിക്കുകയാണ്, അതൊക്കെ ഭക്ഷിക്കുകയാണ്. അപ്പോൾ വിലാപം നിറഞ്ഞൊരു ജീവിതമായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മർസലിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. അച്ഛന്മാരൊക്കെ നോക്കുമ്പോൾ ആ നല്ല മുഖമുള്ള, പ്രസന്നമുള്ള മുഖം, നല്ല സന്തോഷം. അവരെല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടെ ചെയ്യുന്നു. അവരൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഈശോ അടുത്ത് പോകണം, ഈശോയെ സന്തോഷിപ്പിക്കണം, ഈശോയ്ക്ക് വിശക്കുന്നുണ്ട്, ഈശോയ്ക്ക് കൊടുക്കണം എന്നുള്ള ഒരൊറ്റ ഇതിലേക്ക് അവൻ്റെ ഫോക്കസ് എല്ലാം തിരിഞ്ഞു. ഈ മർസലിനോടെ ജീവിതം, ഈ 51ാമത്തെ സങ്കീർത്തനം, ഈ ദാവീദിന്റെ ജീവിതം, നമുക്ക് ചുറ്റുമുള്ള അനേകം വിശുദ്ധരുടെ ജീവിതം എല്ലാം നമ്മെ മാടി വിളിക്കുന്നത് എന്താണ്? പിന്നിലുള്ളവയെല്ലാം മറന്നുകൊണ്ട്, അല്ലേ? നമ്മളെ സ്നേഹിക്കാനൊരാളുണ്ട്. ആ സ്നേഹം നമുക്ക് തിരിച്ചറിയണം.